മനുഷ്യർ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമാണ് വിമാനങ്ങൾ. റൈറ്റ് ബ്രദേഴ്സിൽ നിന്നും തുടങ്ങിയ ഈ ഒരു വിമാന കണ്ടുപിടുത്തങ്ങളിൽ നിന്നും ഇപ്പോൾ വിമാനങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതികളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള പല വിമാനങ്ങളെ പറ്റിയിട്ടാണ്. പല 5 തരത്തിലുള്ള വിമാനങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വിമാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിൽ 5ാമതായിട്ട് വരുന്നത് ലോക്ക്ഹീഡ് C5 ഗാലക്സി. ഈ ഒരു എയർക്രാഫ്റ്റ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും വളരെ വലുപ്പമേറിയ ഒരു എയർക്രാഫ്റ്റാണ്. ലോക്ക്ഹീഡ് C5 ഗാലക്സി എന്ന ഈ ഒരു എയർക്രാഫ്റ്റ് ട്രാൻസ്പോർട്ട് പ്ലെയിൻ ആയിട്ട് അറിയപ്പെടും. അതായത് US മിലിറ്ററിക്കാർ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് പ്ലെയിനാണ് ഈ ഒരു ലോക്ക്ഹീഡ് C5 ഗാലക്സി. ഇതിൻ്റെ വിങ് സ്പാൻ നോക്കുകയാണെങ്കിൽ 222 ഫീറ്റ് ആണ് ഇതിൻ്റെ വിങ് സ്പാൻ. പിന്നെ 4 പവേർഡ് ആയിട്ടുള്ള എൻജിൻസ് ആണ് ഈ ഒരു പ്ലെയിനിനുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു പ്ലെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം തുറക്കാൻ പറ്റുന്ന രീതിയിലാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്ലെയിനുകളും ഹെലികോപ്റ്ററുകളെല്ലാം ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം തുറക്കാൻ പറ്റുന്നത്. അതായത് ഇതൊരു ട്രാൻസ്പോർട്ട് പ്ലെയിനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി 6 ഹെലികോപ്റ്റേഴ്സ് ആൻഡ് 5 ഫൈറ്റിംഗ് വെഹിക്കിൾസ് വരെ ഇതിന് മാക്സിമം ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. 4ാമതായിട്ട് വരുന്നത് സ്ട്രാറ്റോ ലോഞ്ച് എയർപ്ലെയിൻ. ഈ ഒരു ഡബിൾ എയർപ്ലെയിൻ ഡിസൈൻ ഈ ഒരു പ്ലെയിനിനെ ലോകത്തിലെ വൈഡസ്റ്റ് വിങ് സ്പാൻ ആയിട്ടുള്ള എയർപ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയുന്നു. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ വിങ്സ് കണക്റ്റഡ് ആണ്. 2 എയർപ്ലെയിൻസ് ഒരു ജോയിൻ്റ് എന്ന രീതിയിൽ കണക്റ്റഡ് ആണ്. ഈ ഒരു എയർപ്ലെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ട്രാറ്റോ ലോഞ്ച് സിസ്റ്റംസ് ആണ്. ഇതൊരു കമ്പനി ആണ്. ഈ ഒരു കമ്പനി ഓൺ ചെയ്തിരിക്കുന്നത് ലേറ്റ് മൈക്രോസോഫ്റ്റ് ഓണറായിട്ടുള്ള പോൾ അലൻ ആണ്. ഈ ഒരു എയർപ്ലെയിന് മാക്സിമം 550,000 പൗണ്ട് പേ ലോഡ് വരെ ഇതിന് ക്യാരി ചെയ്യാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വിങ്സ് അത്രയ്ക്കും വൈഡറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എയർപ്ലെയിന് ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അതും കാലിഫോർണിയയിലുള്ള മൊഹാവേ ഡെസേർട്ടിൽ 2019 വെച്ചാണ് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള എയർപ്ലെയിനിന് ടെസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായത്. ഈ ഒരു എയർപ്ലെയിൻ ഡിസൈൻ ചെയ്തതാണെങ്കിൽ തന്നെയും ഈ ഒരു എയർപ്ലെയിൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓർബിറ്റൽ റോക്കറ്റ്സിനെ സ്പേസിലോട്ട് ലോഞ്ച് ചെയ്യാനായിട്ടാണ് ഇത് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത്. 3ാമതായിട്ട് വരുന്നത് എയ്റോസ്പേസ് ലൈൻ സൂപ്പർ ഗപ്പി. ഈ ഒരു പ്ലെയിൻ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ കാണുന്ന എയറോപ്ലെയിനിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ തലമേൽ ഒരു വലിയ ബൾജ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിൽവർ വലിയ തലയുള്ള ഈ ഒരു എയർക്രാഫ്റ്റിനെ ഫ്ലൈയിങ് വെയിൽ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ഒരു സൂപ്പർ ഗപ്പി എയർക്രാഫ്റ്റിൻ്റെ മറ്റൊരു പേരും കൂടിയുണ്ട്. ഫ്രാങ്കൻ പ്ലെയിൻ എന്നാണ് ഈ ഒരു സൂപ്പർ ഗപ്പിനെ മറ്റൊരു പേരിൽ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു എയർക്രാഫ്റ്റ് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്പേസ് റോക്കറ്റ് പാർട്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കാലിഫോർണിയയിൽ വെച്ചാണ് ഈ ഒരു എയർക്രാഫ്റ്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നാസ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സൂപ്പർ ഗപ്പി എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവർക്ക് റോക്കറ്റ് പാർട്സ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നേനെ എന്നാണ് ഇവർ പറയുന്നത്. 2ാമതായിട്ട് വരുന്നത് എയർബസ് ബെലൂഗ. നേരത്തെ കണ്ടതുപോലെ മറ്റൊരു ട്രാൻസ്പോർട്ട് പ്ലെയിനാണ് ഈ ഒരു എയർബസ് ബെലൂഗ. യൂറോപ്പുകാരുടെ എയർബസ് ഈ ഒരു മോഡലിനെ എയർബസ് ബെലൂഗ എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ ഓവർ സൈസ് കാരണമാണ്. ഇത് കണ്ടാൽ തന്നെ ഒരു വെയിൽ ടൈപ്പ് സൈസാണ്. വെയിലിൻ്റെ സൈസും അതേപോലത്തെ ഒരു ടൈപ്പുമാണ് ഈ ഒരു എയർബസ് ബെലൂഗ എയർക്രാഫ്റ്റ്. ഇത് എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലെയിൻ പാർട്സും പിന്നെ റോക്കറ്റ് പാർട്സും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നത്. ഈ ഒരു എയർക്രാഫ്റ്റിന് മാക്സിമം 133 ടൺസ് വരെ ഇതിനെ ക്യാരി ചെയ്തുകൊണ്ട് ഇതിന് ട്രാവൽ ചെയ്യാൻ പറ്റും. അതും 560 മൈൽസ് പെർ അവർ വരെ ഇതിന് പറക്കാൻ കഴിയുന്നു. ഇതിന് വലിയൊരു ഫ്യൂവൽ ടാങ്ക് തന്നെയുണ്ട്. പിന്നെ ഇതിന് മാക്സിമം 35,000 അടി വരെ ഇതിന് പറക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു മാസീവായിട്ടുള്ള ഈ ഒരു ബിഗ് ഹെഡഡ് ആയിട്ടുള്ള എയർബസ് ബെലൂഗ ലോഞ്ച് ചെയ്തത് 1994 അത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഓരോ ലോഡ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 1ാമതായിട്ട് വരുന്നത് ഹാവ് എയർലാൻഡർ 10. ഇതാണ് ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് എയർക്രാഫ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതൊരു ബ്രിട്ടീഷ് എയർഷിപ്പാണ്. ഈ ഒരു ബ്രിട്ടീഷ് എയർഷിപ്പിൻ്റെ ഇൻറ്റീരിയർ ഒരു ലക്ഷറി ടൈപ്പായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു ബ്രിട്ടീഷ് എയർഷിപ്പായിട്ടുള്ള ഹാവ് എയർലാൻഡർ 10 കൊടുത്തിരിക്കുന്നത്.
ഇതിൻ്റെ ഹൈബ്രിഡ് എൻജിൻസ് ആണെങ്കിൽ ഇതിൻ്റെ നോയ്സ് റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നു. ഈ ഒരു എയർക്രാഫ്റ്റിന് കൂടുതൽ ടെസ്റ്റിങ്ങും കാര്യങ്ങളുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള 5 എയറോപ്ലെയിൻസിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലെയിൻ കണ്ടിട്ടാണ് വളരെ ഞെട്ടിക്കുന്ന രീതിയിലായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് മോഡലായിട്ട് തോന്നിയതും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എയർപ്ലെയിൻ ഏതാണെന്ന് നിങ്ങൾ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുക, കമൻസിലൂടെ സജസ്റ്റ് ചെയ്യുക. പിന്നെ അതുമാത്രമായിട്ടല്ലാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തന്നെ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ദിസ് ഈസ് JBM. See you again.